നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കാണാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാ പൊന്നു മോളുടെ നല്ല കാലക്കൻ ഫോട്ടോസ്. നിന്റെ അമ്മയ്ക്ക് ഞാൻ കുറെ ഫോട്ടോസ് അയച്ചു കൊടുക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഞാൻ പറഞ്ഞല്ലേ, നിന്നെ ഉപദ്രവിക്കാനൊന്നും എനിക്ക് ഒരാഗ്രഹവുമില്ല. നിന്നെ സഹായിക്കാനാ എനിക്കിഷ്ടം. നിന്റെ കടമെഴുതി തള്ളണമെന്നാ എന്റെ ആഗ്രഹം. അതിനെന്താ വേണ്ടതെന്ന് നിനക്കറിയാലോ. ഒരു ദിവസം മുഴുവൻ നീ എന്നെ സ്നേഹിക്കണം. ഞാൻ ചത്താലും നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ ലോൺ എമൗണ്ട്, പലിശ, പിഴപ്പലിശ എല്ലാം ചേർത്ത് ഞാനൊരു എമൗണ്ട് പറഞ്ഞിരുന്നില്ലേ, ആ എമൗണ്ടുമായി ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വരണം, ഒറ്റയ്ക്ക്. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ നീ ഒറ്റയ്ക്ക് വന്ന് 1 ലക്ഷം രൂപ എന്റെ കയ്യിൽ വെച്ച് തന്നാ പിന്നെ ഒരിക്കലും ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. വരും. 5 മണിക്കുള്ളില് 1 ലക്ഷം രൂപയായിട്ട് നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരും. ഞാൻ കാത്തിരിക്കും. 1 ലക്ഷം രൂപയല്ല, 10 ലക്ഷം രൂപ നീ തന്നാലും നിന്റെ കടം തീരില്ല മീര. കടം തീരണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ നീ എന്നെ സ്നേഹിക്കണം. നീ ഇറങ്ങിയായിരുന്നോ? ഇന്നെന്താ നേരത്തെ പോന്ന? അർജന്റ് ഡെലിവറി കൊടുക്കാനുണ്ട്. കഴിക്കാതെയാണോ പോന്നെ? ഒരു 5 മിനിറ്റ് നിക്ക്, ഒരുമിച്ച് പോയി കഴിക്കാം. കഴിക്കാൻ നിന്ന് വൈകും പാറു, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. നിങ്ങളെ പൊയ്ക്കോ. വരൂ. എന്താ മീര, പറയേ. മുക്തിയോട് ഞാൻ 1 ലക്ഷം രൂപ കടം ചോദിച്ചില്ലേ? അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് മുക്ത ട്രാൻസ്ഫർ ചെയ്തില്ല. അയാൾ ഇപ്പോഴും എന്നെ വിളിച്ചിരുന്നു. അനാവശ്യം പറയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു. ആ ക്യാഷ് ഇപ്പൊ തരാൻ കഴിയോ മുക്ത? ഇത്രയും വേഗം എനിക്ക് ആ ലോൺ ക്ലോസ് ചെയ്യണം. രാത്രി തന്നെ ഞാൻ ആ എമൗണ്ട് നിനക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചതാ. പക്ഷേ ഫെയിൽഡ് ആയിപ്പോയി. ഐ തിങ്ക് ഓൺലൈൻ ബാങ്കിങ്ങിന്റെ പ്രോബ്ലം ആണ്. ഇടയ്ക്ക് ഇങ്ങനൊരു പ്രോബ്ലം വരാറുണ്ട്, പെട്ടെന്ന് തന്നെ ശരിയാവാറുമുണ്ട്. അത് ശരിയായാൽ ഉടൻ തന്നെ മീരക്ക് ഞാൻ ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു തരാം. ക്യാഷിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ ആവേ വേണ്ട മീര. പെട്ടെന്ന് തന്നെ ശരിയാവുമല്ലോ അല്ലേ? പെട്ടെന്ന് തന്നെ ശരിയാവും. മേ ബി ശരിയായിട്ടുണ്ടാകും. ശരിയായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ചെയ്തേക്കാം. ആശുപത്രി കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ല അവര് സംസാരിക്കുന്നത്, വേറെ എന്തോ പ്രധാനപ്പെട്ട കാര്യം. മീര എന്നോട് കള്ളം പറയുന്നതാ. മുക്ത അവളും തമ്മില് എന്തോ ഒരു ഇടപാടുണ്ട്. താങ്ക് യു മുക്ത. ഞാൻ ലോൺ എടുത്തത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയാ കമ്പനി അഡ്രസ് കൊടുത്തത്. അത് അബദ്ധമായത്. ആ 10 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്തു എന്ന് ഡാഡി ചോദിക്കും.
ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ഡാഡി സമ്മതിക്കുകയില്ല. ഡാഡി എന്നെ കൊണ്ടത് പറയിപ്പിക്കും.